കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ദിവസങ്ങളായി നടത്തിവരുന്ന നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ദിവസങ്ങളായി നടത്തിവരുന്ന നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് പടിക്കൽ കൂട്ടധർണ നടത്തി. ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ശമ്പളം വർദ്ധിപ്പിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആശാവർക്കർമാരോട് നീതി പുലർത്തുക, ഇവരെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണയിൽ INTUC മണ്ഡലം പ്രസിഡന്റ് ആന്റണി KV അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ വൈസ് പ്രസിഡന്റ് ഭാനുമതി രാജു ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ആശാവർക്കർമാരെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ എന്താണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ്. രാപ്പകലില്ലാണ്ട് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ആശാവർക്കർമാർ ഇപ്പോൾ നിസ്സാര ശമ്പളം ഉണ്ടായിരുന്നു. പിന്നെ UDF ഗവൺമെൻറ് കയറി വന്നപ്പോൾ അവരുടെ ശമ്പളത്തിൽ കൂട്ടുകയും ഇന്ന് 7000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. കൊറോണ കാലത്ത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും മാസ്കും ധരിച്ചുകൊണ്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ആശാവർക്കർമാരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ നെറികേട് ഒരിക്കലും INTUCക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ വെച്ചു പുലർത്താവുന്നതല്ല. INTUC ജില്ലാ കമ്മിറ്റി അംഗം ബേസിൽ തണ്ണിക്കോട്ട് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തി. PC ജോർജ്, ശശി കുഞ്ഞുമോൻ, CD മുഹമ്മദ്, PR അജി, സണ്ണി വർഗീസ്, സത്താർ വട്ടക്കുടി, ജോർജ് വർഗീസ്, സുരേഷ് ആലപ്പാട്ട്, അനിൽ രാമൻ നായർ, കാസിം തങ്ങളം, നിബു MS, KP കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.